നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. വോട്ട് ക്രമക്കേട് വിവാദത്തിൽ മൗനം തുടർന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഇത്രയും സഹായിച്ചതിന് നന്ദിയെന്ന് മന്ത്രി മാധ്യമങ്ങളോട്. CPM ഓഫീസ് മാർച്ചിനിടെയുണ്ടായ കല്ലേറിൽ BJP പ്രവർത്തകർക്ക് പരിക്കേറ്റതിൽ പ്രതിഷേധിച്ച് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിനു നേരെയുണ്ടായ CPM ആക്രമണത്തെ അപലപിച്ച് ഒറ്റപ്പാലത്ത് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധം. വഴിയോര കച്ചവട ഉപജീവന സംരക്ഷണ നിയമം പഞ്ചായത്തുകളെ കൂടി ഉൾപ്പെടുത്തി ഭേദഗതി ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU. യൂണിയൻ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ഒറ്റപ്പാലം ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച്. തൊഴിൽ സുരക്ഷ ഉറപ്പാക്കണമെന്നും ചില്ലറ വിൽപ്പന മേഖലയിലെ കോർപ്പറേറ്റ് വൽക്കരണം അവസാനിപ്പിക്കണമെന്നും ആവശ്യം. മണ്ണൂർ പള്ളിപ്പടി കിഴക്കുംപുറം പള്ളിത്തറ റോഡ് നിർമ്മാണം അശാസ്ത്രീയമെന്ന ആക്ഷേപം. പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ പാതയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധം രാഷ്ട്രീയ നാടകമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. വാർത്തകൾ വിശദമായി. വോട്ട് ക്രമക്കേട് വിവാദങ്ങളിൽ മൗനം തുടർന്ന് കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ MPയുമായ സുരേഷ് ഗോപി. ഇത്രയും സഹായിച്ചതിന് നന്ദിയെന്നായിരുന്നു തൃശൂരിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളുടെ സുരേഷ് ഗോപിയുടെ പ്രതികരണം. തിരുവനന്തപുരത്ത് നിന്നുള്ള വന്ദേ ഭാരത് എക്സ്പ്രസിൽ രാവിലെ 9:30യോടെയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ എത്തിയത്. റെയിൽവേ സ്റ്റേഷനിൽ വൻ സ്വീകരണമാണ് BJP പ്രവർത്തകർ ഒരുക്കിയിരുന്നത്. വോട്ട് ക്രമക്കേടും ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമടക്കമുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മൗനമായിരുന്നു മറുപടി. ഇത്രയും സഹായിച്ചതിന് മാധ്യമങ്ങൾക്ക് നന്ദിയെന്നും സുരേഷ് ഗോപിയുടെ പരിഹാസം. തുടർന്ന് CPM ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലെ സംഘർഷത്തിൽ പരിക്കേറ്റ BJP പ്രവർത്തകരെ ആശുപത്രിയിൽ എത്തി അദ്ദേഹം കണ്ടു. പിന്നാലെ ക്യാമ്പ് ഓഫീസിലേക്കും മന്ത്രി എത്തി. അല്പസമയത്തിന് ശേഷം കൊച്ചിയിലേക്ക്. CPM കരിയോയിലൊഴിച്ച ക്യാമ്പ് ഓഫീസിലെ ബോർഡിൽ BJP പ്രവർത്തകർ പൂമാലയിടുകയും ചെയ്തു. CPM ഓഫീസ് മാർച്ചിനിടെ ഉണ്ടായ കല്ലേറിൽ BJP പ്രവർത്തകർക്ക് പരിക്കേറ്റതിൽ പ്രതിഷേധിച്ച് BJP തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. CPM തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തിയതിൽ പ്രതിഷേധിച്ച് CPM വൈകിട്ട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കള്ളവോട്ടിന്റെ കാര്യത്തിൽ ഡോക്ടറേറ്റ് ഉള്ളവരാണ് CPMകാരെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ. തൃശൂരിലെ സുരേഷ് ഗോപിയുടെ MP ഓഫീസിന് നേരെയുണ്ടായ CPM ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഒറ്റപ്പാലത്ത് BJP നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു P. വേണുഗോപാൽ. ബൂത്ത് പിടിച്ചെടുക്കലിലും കള്ളവോട്ട് ചേർക്കുന്നതിലും ഏറ്റവും കഴിവ് തെളിയിച്ചവർ CPM ആണെന്ന് P. വേണുഗോപാലൻ പറഞ്ഞു. പോലീസ് സംരക്ഷണത്തിൽ സുരേഷ് ഗോപിയുടെ ഓഫീസ് ആക്രമിച്ചതും പോലീസിനെ കൊണ്ട് BJP തൃശൂർ ജില്ലാ പ്രസിഡന്റിന്റെ തല അടിച്ചുപൊട്ടിച്ചതും നീതീകരിക്കാനാകില്ല. 3 തവണ അധികാരത്തിൽ വരാതിരുന്നതോടെ കോൺഗ്രസിനും രാഹുലിനും സ്ഥലകാലബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും P. വേണുഗോപാൽ പറഞ്ഞു. ബൂത്തുകൾ കയ്യേറി കള്ളവോട്ട് ചെയ്യുന്നതിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മാർക്സിസ്റ്റ് പാർട്ടി. കണ്ണൂരടക്കമുള്ള പ്രദേശങ്ങളിൽ, കണ്ണൂരടക്കമുള്ള നാടുകളിൽ അവിടെ ബൂത്തുകൾ പിടിച്ച് അവിടെ മറ്റൊരു രാഷ്ട്രീയക്കാരന് വോട്ട് ചെയ്യാൻ പറ്റാതെ കള്ളവോട്ട് ചെയ്യുന്ന മാർക്സിസ്റ്റ് പാർട്ടിയാണ് പറയുന്നത് സുരേഷ് ഗോപി കള്ളവോട്ട് കൊണ്ടാണ് ജയിച്ചതെന്ന്. എന്താ സാർ കള്ളവോട്ട്? കള്ളവോട്ട് എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത വോട്ട്. ഒന്നുകിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബൂത്ത് കയ്യേറി വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരാൾ ഒന്നിൽ കൂടുതൽ വോട്ട് ചെയ്യണം. ഒരു വ്യക്തിക്ക് ആ വ്യക്തി
ഇവിടെ താമസിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കുകയും അദ്ദേഹം വോട്ട് ചെയ്യുകയും ചെയ്താൽ അതെങ്ങനെ കള്ള വോട്ടാകുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ പറയുന്നത് ഞങ്ങൾ പിടിച്ചു. എനിക്ക് സത്യത്തില് മാധ്യമങ്ങളോട് പുച്ഛം തോന്നുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുക. BJP ജില്ലാ ജനറൽ സെക്രട്ടറി B. മനോജ് സ്വാഗതം പറഞ്ഞു. പാലക്കാട് മേഖലാ ജനറൽ സെക്രട്ടറി T. ശങ്കരൻകുട്ടി, വൈസ് പ്രസിഡന്റ് KV ജയൻ മാസ്റ്റർ, സെക്രട്ടറി AP പ്രസാദ്, ജില്ലാ നേതാക്കളായ MP സതീഷ് കുമാർ, EP നന്ദകുമാർ, CS ദാസ്, KR രജിത, P. സത്യഭാമ, N. മണികണ്ഠൻ, K. പ്രസാദ്, മോർച്ച സംസ്ഥാന നേതാക്കളായ പ്രമോദ് കുമാർ കുഞ്ഞുകുട്ടൻ, സോഷ്യൽ മീഡിയ കോ കൺവീനർ രാജേഷ് വെള്ളോത്ത്, മണ്ഡലം നേതാക്കളായ സുമേഷ് ചീരാത്തൊടി, KR രഞ്ജിത്ത്, A. സ്വരൂപ്, KP കൃഷ്ണകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. പഴയ ലക്ഷ്മി തിയേറ്ററിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ടൗൺ ചുറ്റി SBIക്ക് മുന്നിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മണ്ണൂർ പള്ളിപ്പടി കിഴക്കുംപുറം പള്ളിത്തറ റോഡിന്റെ നിർമ്മാണത്തിൽ അശാസ്ത്രീയത ആരോപിച്ച് പഞ്ചായത്ത് അംഗം ഹുസൈൻ ഷഫീഖിന്റെ നേതൃത്വത്തിൽ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. റോഡിൽ കിഴക്കുംപുറം വലിയ പള്ളിക്ക് സമീപമാണ് റോഡിന്റെ നിർമ്മാണത്തിലെ അപാകതയെന്നാണ് മെമ്പറുടെ വിശദീകരണം. ഇവിടെ വീതി കുറവായ സ്ഥലമാണ്. പള്ളിയിലെത്തുന്നവർക്കും മദ്രസ വിദ്യാർത്ഥികൾക്കും കാൽനട യാത്രക്കാർക്കും ഇവിടെ വഴി നടന്നു പോകാൻ പ്രയാസമാണെന്നും പള്ളി ഗേറ്റിനൊപ്പം റോഡ് കോൺക്രീറ്റ് ചെയ്യണമെന്നുമാണ് സമരക്കാരുടെ ആവശ്യം. പഞ്ചായത്തിലെ ഈ വലിയ പള്ളിയുടെ ഭാഗത്ത് ജുമാ നിസ്കാര സമയത്ത് ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് പോലും സൗകര്യമില്ലാത്ത രീതിയിൽ ആക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടുത്തെ പഞ്ചായത്തുകൾ. അപ്പോൾ ഇവിടെ നടക്കുന്നത് സമയബന്ധിതമായി മണ്ണൂർ പഞ്ചായത്തിലെ എല്ലാ റോഡുകളും മെയിൻ്റനൻസ് വർക്കുകൾ നടക്കാറുണ്ട്. അതിന് ഇത്രയൊന്നും കൊട്ടിഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ കാലത്തിനനുസരിച്ച് ഫണ്ടിനനുസരിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള ഗൗരവമേറിയ പ്രവൃത്തികൾ ഇവിടെ സ്ലാബ് ഇട്ടിട്ടില്ല. അവിടെ മദ്രസയുടെ മുമ്പിൽ ആ ഭാഗത്ത് ചേർത്ത് ചെയ്യുവാൻ വേണ്ടി അത് ചെയ്തിട്ടില്ല. ഇങ്ങനെ മനഃപൂർവ്വം നീട്ടാതെ ഒരു ഗൗരവമില്ലാതെ ഈ കാണുന്ന പ്രവൃത്തി നമുക്ക് അംഗീകരിക്കുവാൻ സാധിക്കില്ല. ഇവിടെ സ്ലാബ് ഇടുകയും അവിടെ ഒന്നിച്ച് കോൺക്രീറ്റ് ചെയ്യുകയും വേണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതിന് രേഖാമൂലമുള്ള ഉറപ്പ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന്, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കണം. റോഡിൽ കുത്തിയിരുന്നതോടെ അരമണിക്കൂറോളം കോൺക്രീറ്റ് പ്രവൃത്തികളും തടസ്സപ്പെട്ടു. സംഭവമറിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് അനിത, വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ എന്നിവരും സ്ഥലത്തെത്തി സമരക്കാരുമായി സംസാരിച്ചതോടെ പ്രശ്നം അവസാനിപ്പിച്ചു. പള്ളിയിൽ പോകുന്നവർക്കും കാൽനടയാത്രക്കാർക്കും സൗകര്യമൊരുക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂർ കിഴക്കുംപുറം പള്ളിത്തറ റോഡുമായി ബന്ധപ്പെട്ട് ചിലർ നടത്തുന്ന സമരം രാഷ്ട്രീയ നാടകമെന്ന് മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത. റോഡിന്റെ കാര്യത്തിൽ പള്ളിക്കാർക്കോ യാത്രക്കാർക്കോ പരാതിയില്ല എന്നും താൽക്കാലിക പരിഹാരം ഉടൻ ഉണ്ടാകുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. പുതിയ ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് കാൽനടയാത്രയ്ക്കായി സൗകര്യം ഒരുക്കി നൽകുമെന്ന് പള്ളി ഭാരവാഹികളുമായി കഴിഞ്ഞ ദിവസം സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാമെന്ന് അവർക്ക് ഉറപ്പ് നൽകിയതായും പ്രസിഡന്റ് പറഞ്ഞു. എന്നാൽ അവർക്കൊന്നും ഒരു പരാതിയുമില്ലാതെ തന്നെ രാവിലെ ചിലർ നടത്തിയ രാഷ്ട്രീയ നാടകം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണെന്നും പ്രസിഡന്റ് അനിത പറഞ്ഞു. എല്ലാ സൗകര്യവും ഒരുക്കി നൽകുമെന്ന് പള്ളി ഭാരവാഹികൾക്ക് ഉറപ്പ് നൽകിയതാണ്. ഉറപ്പ് പാലിക്കപ്പെടുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഈ കോൺക്രീറ്റ് പ്രവൃത്തി നമ്മളിവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സൈഡിൽ തൽക്കാല സംവിധാനം എന്നുള്ള നിലയ്ക്ക് കോറി വേസ്റ്റ് ഇട്ട് നിരത്തുകയും തുടർന്ന് വരുന്ന നമുക്ക് പഞ്ചായത്തിന് റിവിഷൻ വരികയാണെങ്കിൽ അതിൽ ഫണ്ട് വകയിരുത്തിക്കൊണ്ട് അവിടെ മറ്റു കോൺക്രീറ്റോ അല്ലെങ്കിൽ ഇന്റർലോക്കോ ചെയ്ത് നമുക്ക് ആ പ്രവൃത്തി പൂർത്തീകരിക്കാം എന്ന് നമ്മൾ ഇന്നലെ അവിടെ പറഞ്ഞതാണ്. എന്നാൽ ഇതെല്ലാം പറഞ്ഞെങ്കിലും ഇന്ന് ചില ആളുകൾ അവിടെ ഒരു പ്രതിഷേധവുമായിട്ട് എത്തുകയുണ്ടായി. എന്നാൽ ഈ പ്രതിഷേധം എന്നുള്ളത് വെറും രാഷ്ട്രീയവും വരാൻ പോകുന്ന ഇലക്ഷനും ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ്. എന്തായാലും പള്ളിയുടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഈ കാര്യം സംസാരിക്കുകയും എന്നാൽ ഇന്ന് ഈ പ്രശ്നം നടക്കുമ്പോൾ അവരാരും ആ സ്ഥലത്ത് വരികയോ അതിനെതിരെ ഒരു പരാതിയോ പറഞ്ഞിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU പാലക്കാട് ജില്ലാ കമ്മിറ്റി ഒറ്റപ്പാലം ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. വഴിയോര കച്ചവട ഉപജീവന സംരക്ഷണ നിയമം പഞ്ചായത്തുകളെ കൂടി ഉൾപ്പെടുത്തി ഭേദഗതി ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നതായിരുന്നു മുഖ്യ ആവശ്യം. വഴിയോര കച്ചവടക്കാരുടെ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുക, ചില്ലറ വിൽപ്പന മേഖലയിലെ കോർപ്പറേറ്റ് വൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും യൂണിയൻ ഉന്നയിച്ചു. മാർച്ചിന് ശേഷം നടന്ന ഹെഡ് പോസ്റ്റ് ഓഫീസ് ധർണ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. വഴിയോര കച്ചവടക്കാരെ സംബന്ധിച്ച് ഇന്ന് രാജ്യത്തെ ഒരു പ്രബലമായ തൊഴിലാളി വിഭാഗമാണ്. വഴിയോര കച്ചവടക്കാർ എന്നൊരു വിഭാഗം തൊഴിലാളികൾ നമ്മുടെ രാജ്യത്ത് പ്രത്യക്ഷപ്പെടുന്നത്
രാജ്യത്തെ മാറി മാറി അധികാരത്തിൽ വന്ന BJPയുടെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകൾ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടി ആ ഗവൺമെന്റുകൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് മാന്യമായി ജീവിക്കാൻ വേണ്ടി ഒരു തൊഴിൽ എന്നുള്ള നിലയ്ക്കാണ് നമ്മുടെ രാജ്യത്തെ തൊഴിലില്ലാത്ത ആളുകൾ വഴിയോരത്ത് കച്ചവടം ചെയ്ത് ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചു. മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ടാണ്, നിവൃത്തികേടിന്റെ ഭാഗമായിട്ടാണ് തന്നെ ആശ്രയിച്ച് നിൽക്കുന്ന കുടുംബത്തിലുള്ള ആളുകൾക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി മറ്റു മാർഗങ്ങൾ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ, രാജ്യത്തെ സാധാരണക്കാരെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ തയ്യാറാവാത്ത ഒരു സാഹചര്യത്തിൽ മാന്യമായി ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ തെരഞ്ഞെടുത്ത ഒരു മാർഗമാണ് ഈ വഴിയോരത്ത് കച്ചവടം ചെയ്ത് ജീവിക്കുക എന്നതാണ്. ജില്ലാ കമ്മിറ്റി അംഗം APM റഷീദ് അധ്യക്ഷത വഹിച്ചു. CPM ലോക്കൽ സെക്രട്ടറി IMA റസാഖ്, യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KV സന്തോഷ്, K അബുട്ടി, CITU ജില്ലാ കമ്മിറ്റി അംഗം KR വിജയൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. രാഹുൽ ഗാന്ധിയുടെ അറസ്റ്റിൽ മാത്തൂരിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. DCC സെക്രട്ടറി പ്രകാശൻ കാഴ്ചപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PK പ്രിയകുമാരൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KKS ജയഘോഷ്, KPCC അംഗം KI കുമാരി, PR പ്രസാദ്, ഇസ്മായിൽ പീരായിരി, പ്രസാദ് കിണാശ്ശേരി, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കലാവതി, മോഹനൻ കാഴ്ചപ്പറമ്പിൽ, ദേവദാസ് കണ്ണാടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഇടതു സർക്കാർ ഒരു ഗഡു DA പോലും അനുവദിക്കാതെ KSRTC ജീവനക്കാരെ വഞ്ചിച്ചെന്ന് KST എംപ്ലോയീസ് സംഘ്. സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായി പാലക്കാട് ട്രാൻസ്പോർട്ട് ഓഫീസിലേക്ക് എംപ്ലോയീസ് സംഘ് നടത്തിയ മാർച്ച് സംസ്ഥാന സെക്രട്ടറി PK ബൈജു ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആനുകൂല്യ നിഷേധം അനുഭവിക്കുന്ന തൊഴിലാളി സമൂഹമാണ് KSRTCയിലേതെന്നും PK ബിജു പറഞ്ഞു. ഇടതും വലതും മാറി മാറി ഭരിച്ച KSRTCയെ നയവൈകല്യങ്ങളും അഴിമതിയും കൊണ്ട് സമ്പൂർണ്ണ തകർച്ചയിലേക്ക് കൂപ്പുകുത്തിച്ചിരിക്കുകയാണ്. ജീവനക്കാർക്ക് കോടികൾ നഷ്ടപ്പെടുത്തിയ NPS പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നടപ്പാക്കുക, എല്ലാ വിഭാഗം ജീവനക്കാർക്കും അർഹമായ പ്രമോഷൻ അനുവദിക്കുക, ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നൽകിയിരുന്ന ഗ്യാരണ്ടി പുനഃസ്ഥാപിക്കുക, അപേക്ഷിക്കുന്ന മുറയ്ക്ക് PF ലോൺ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. 20-ന് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നുണ്ട്. അതിബഹുലമായ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും KST എംപ്ലോയീസ് സംഘ് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എല്ലാ ഡിപ്പോകളിലും KST എംപ്ലോയീസ് സംഘിന്റെ നേതൃത്വത്തിൽ നിരവധി ദിവസങ്ങളായിട്ട് പ്രതിഷേധ പരിപാടികൾ നടന്നു വരികയാണ്. തീർച്ചയായിട്ടും ഇത് ഏതെങ്കിലും ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സർക്കാർ ഭരണം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു സമരമല്ല. അതല്ലെങ്കിൽ ഇത്രയധികം തൊഴിൽ പീഡനങ്ങൾ അനുഭവിച്ചിട്ട് ഇത്തരത്തിലൊരു സർക്കാർ എന്തിനാണ് ഈ കേരളത്തിൽ ഭരണം നടത്തുന്നത് എന്ന് പല പ്രാവശ്യം മുഖത്ത് നോക്കി ചോദിച്ചിട്ടും ലജ്ജയില്ലാതെ ഇപ്പോഴും ഭരണം തുടരുന്ന ഇടതുപക്ഷ സർക്കാരിന് മുമ്പിൽ അത്തരം ന്യായങ്ങളൊന്നും അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുമല്ല ഈ പ്രതിഷേധ പരിപാടി KST എംപ്ലോയീസ് സംഘ് സംഘടിപ്പിക്കുന്നത്. ജില്ലാ സെക്രട്ടറി TV രമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ P പ്രമോദ്, C ശശാങ്കൻ, PR മഹേഷ്, K കണ്ണൻ, AL മധു, V വിജയൻ, V കണ്ണൻ എന്നിവർ പ്രസംഗിച്ചു. പ്രകടനത്തിന് സുബ്രഹ്മണ്യൻ, PC ഷാജി, ശ്രീശൻ, M മുരുകേശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ പാലക്കാട് ജില്ലാ കൺവെൻഷൻ ഷൊർണൂർ അയ്യങ്കാളി പഠന കേന്ദ്രത്തിൽ നടന്നു. ഒറ്റപ്പാലം MLA K പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് യഥാർത്ഥത്തിൽ തിരുവായ്ക്ക് എതിർവായില്ലാത്ത വിധം നമ്മുടെ രാജ്യത്ത് ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ, പൗരാവകാശങ്ങൾ പല നിലയിൽ വെല്ലുവിളിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷമുണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അവരുടെ എല്ലാം അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു പൊതു അന്തരീക്ഷം നമ്മുടെ സമൂഹത്തിലുണ്ടാകണം. മനുഷ്യന് ജീവിക്കാൻ വേണ്ട ഏറ്റവും എല്ലാ ജീവികൾക്കും ഭക്ഷണം വേണം, മനുഷ്യനും ഭക്ഷണം വേണം. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ പട്ടിണി കിടന്ന് മരിക്കുന്ന രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നാണ്. ഓരോ 1.5 മണിക്കൂറിലും ഒരു മനുഷ്യൻ പട്ടിണി കിടന്ന് മരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് കേട്ടോ. പട്ടിണി കിടന്ന് വയറൊട്ടി ഏറ്റവും ദാരുണമായിട്ടുള്ള മരണമാണ് പട്ടിണി മരണം എന്ന് പറയുന്നത്.
ജില്ലാ പ്രസിഡന്റ് TS പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് മുഖ്യാതിഥിയായിരുന്നു. FCFWA സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KM ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തി. KSSPU ബ്ലോക്ക് സെക്രട്ടറി ES കൃഷ്ണൻ, CGPA സംസ്ഥാന ട്രഷറർ K ശശിധരൻ, ജില്ലാ വനിതാ കമ്മിറ്റി കൺവീനർ K രേണുകാദേവി, ജില്ലാ സെക്രട്ടറി MA പൊന്മല, ട്രഷറർ VA രാജൻ, ജോയിന്റ് സെക്രട്ടറി K ചന്ദ്രൻ മുണ്ടായ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രൊഫസർ KP ബാലകൃഷ്ണൻ അനുശോചന പ്രമേയം വായിച്ചു. വയോജന കമ്മീഷൻ രൂപീകരണത്തിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അമരവിള രാമകൃഷ്ണനെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ആദരിച്ചു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600 രൂപയിൽ നിന്ന് 5000 രൂപയായി വർദ്ധിപ്പിക്കണമെന്നും റെയിൽവേ യാത്രാ ഇളവ് പുനഃസ്ഥാപിക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. 3 അംഗ കുടുംബം താമസിച്ചിരുന്ന വീടും വീട്ടുപകരണങ്ങളും കത്തിനശിച്ചു. മണ്ണൂർ കോഴിച്ചുണ്ട സ്വദേശി ബാലകൃഷ്ണന്റെ വീടാണ് കത്തിനശിച്ചത്. സംഭവ സമയം വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല. സമീപവാസികളാണ് പുക ഉയരുന്നത് കണ്ട് ഓടിയെത്തി വീട്ടുടമകളെ വിവരമറിയിച്ചത്. തീയണയ്ക്കാനുള്ള ശ്രമം നടത്തി. അതിനിടെ വീട്ടുപകരണങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു. കട്ടിൽ, അലമാര, TV, തുന്നൽ മെഷീൻ, വസ്ത്രങ്ങൾ, ഫാനുകൾ, മറ്റ് ഗൃഹോപകരണങ്ങൾ എന്നിവ പൂർണ്ണമായും കത്തിച്ചാമ്പലായി. അലമാരയിലെ ഫയലുകൾ, 3 പേരുടെയും വസ്ത്രങ്ങളും കിടക്കകളും പൂർണ്ണമായും കത്തിനശിച്ചു. ബാലകൃഷ്ണൻ, ഭാര്യ സുജ, മകൻ സുഭേഷ് എന്നിവരടങ്ങുന്ന കുടുംബമാണ് 10 വർഷമായി ഷീറ്റ് മേഞ്ഞ ഷെഡിൽ കഴിഞ്ഞുവരുന്നത്. സംഭവിച്ചത് പുറത്തേക്ക് പോയി വർക്കിന് പോയിട്ട് വരുന്നിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്ത് അടുത്ത വീട്ടിലവരും അനിയൻ്റെ ഭാര്യ അവരെയൊക്കെ വിളിച്ച് പറയുക ചെയ്ത് വീട് കത്തണം. അപ്പോൾ പെട്ടെന്ന് എന്തോ ലൈറ്റ് വോൾട്ടേജ് പെട്ടെന്ന് കൂടുകയും ചെയ്തു, ഡിമാവും ചെയ്തു. ആ സമയത്ത് സ്പാർക്ക് ചെയ്തിട്ട് അങ്ങനെ ഉള്ളിൽ അങ്ങനെ കത്തിപ്പിടിച്ചു മീറ്ററിൽ. ചൊവ്വാഴ്ച വൈകിട്ട് 6:30ഓടെയാണ് സംഭവം. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇരുവരും കൂലിപ്പണി ചെയ്താണ് കുടുംബം കഴിഞ്ഞുകൂടുന്നത്. സംഭവമറിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത, വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, വാർഡംഗം VM അൻവർ സാദിഖ്, CPI ലോക്കൽ സെക്രട്ടറി N തങ്കപ്പൻ, KSCB അധികൃതർ എന്നിവരടക്കം സ്ഥലത്തെത്തി. ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ അന്തിയുറങ്ങാൻ താൽക്കാലിക കിടപ്പാടം ഒരുക്കി നൽകുമെന്നും അതിലേക്കുള്ള വയറിംഗ് ഉൾപ്പെടെ ചെയ്തു കൊടുക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത പറഞ്ഞു. എന്തായാലും ഇപ്പോൾ തൽക്കാലം ഒരു 8-9 വർഷത്തോളമായി ഇങ്ങനെ ഒരു ഷെഡ് കെട്ടിക്കൊണ്ടാണ് താമസിക്കുന്നത്. രണ്ടുപേരും കൂലിപ്പണിയാണ്. അതായത് കണ്ണേട്ടനാണെങ്കിലും കൂലിപ്പണി, സുജയാണെങ്കിലും ഒരു കടയിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് അവർ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജീവിതം തന്നെ ധൃതി പിടിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് അവർക്ക് ഇരിക്കാൻ പോലും ഒരു വീട് നിലവിലില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വിഷമകരമായ കാര്യമാണ്. അതായത് ഗവൺമെൻറ് പ്രയോറിറ്റി ലിസ്റ്റ് എന്നുള്ളത് ആ നിലയ്ക്ക് മാത്രമാണ് നമുക്ക് എടുക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ആ ഇരിക്കുന്ന വീടും നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായ കാര്യമാണ്. അപ്പോൾ ആ വീട്ടുകാർക്ക് എന്നുള്ളതല്ല, നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അവർ വീട് എന്ന് പറയുമ്പോൾ വീട്ടിൽ അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇപ്പോൾ നശിച്ചുപോയി. അതായത് അവർക്ക് ഇനി തുടർന്ന് ഉപയോഗിക്കണമെങ്കിൽ വസ്ത്രങ്ങൾ പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ വസ്ത്രങ്ങൾ നമുക്ക് പിന്നീടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വടനംകുറിശി റെയിൽവേ ലെവൽ ക്രോസ് പരിസരത്ത് യാത്രക്കാരെ ഭീതിയിലാക്കി കാട്ടുപന്നിയുടെ പരാക്രമം. ഇന്നലെ വൈകുന്നേരം 6 മണിക്കാണ് സംഭവം. വടനംകുറിശി ROB അപ്രോച്ച് റോഡ് വഴി ബസ് ഗതാഗതം പുനഃസ്ഥാപിക്കാത്തതിനാൽ യാത്രക്കാർ കാൽനടയായാണ് ഇരുഭാഗത്തും എത്തുന്നത്. ഇതിനാൽ ഈ പ്രദേശത്തെ യാത്രക്കാരുടെ തിരക്കുണ്ട്. ഇതിനിടയിലാണ് കാട്ടുപന്നി എത്തി യാത്രക്കാരെയും പ്രദേശവാസികളെയും പേടിപ്പിച്ചത്. ഷൊർണൂർ കാരക്കാട് ശ്രീ മഹാഭദ്രകാളി ഭുവനേശ്വരി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ആനയൂട്ട് നടന്നു. ആലൂർ ചാമുണ്ടിക്കാവ് ക്ഷേത്രം വെളിച്ചപ്പാട് രവീന്ദ്രന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് വിശേഷ ചടങ്ങുകൾ നടന്നത്. ആനയൂട്ടിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും സുഹൃതഹോമവും ഭഗവത് സേവയും മൃത്യുഞ്ജയ ഹോമവും നടന്നു. ആനയൂട്ടിന് ശേഷം ഔഷധസേവയും ഔഷധകഞ്ഞി വിതരണവുമുണ്ടായി. ക്ഷേത്രം മഠാധിപതി സതീഷ് സ്വാമി, രവിസ്വാമി, കൃഷ്ണകുമാർ, സജീഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഗുരുതി പൂജയും ഗുരുതി പുഷ്പാഞ്ജലിയും മുട്ടറത്ത് ഫലം പറയൽ എന്നിവയും നടക്കും. കൂടാതെ രാവിലെ 11 മണി മുതൽ രാശി ചിന്തനയും എല്ലാവിധ പരിഹാര പൂജകളും ക്ഷേത്രത്തിൽ നടത്തി വരുന്നുണ്ട്. നമ്മുടെ ശ്രീ മഹാഭദ്രകാളി ഭുവനേശ്വരത്തിലെ കർക്കിടമാസ രാമായണമാസ ആചരണമായിട്ട് ഇന്ന് ആഗസ്റ്റ് 11-ാം തീയതി കർക്കിടകം 28 നമ്മൾ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോട് കൂടിയിട്ട് മൃത്യുഞ്ജയ ഹോമം, സുഹൃതഹോമം, വൈകിട്ട് ഭഗവത് സേവ, ഔഷധസേവ, ഔഷധക്കഞ്ഞി എന്നിവയൊക്കെ നമ്മൾ നടത്തുകയാണ്. അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ
ഈ കർക്കമാസാചരണമായിട്ട് ഭക്തജനങ്ങൾക്കും ഈ നാടിനും നാട്ടുകാർക്കും അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് നമ്മൾ ഈ ക്ഷേത്രത്തിൽ നടത്തി വരികയാണ്. ന്യൂസ് സെന്റർ ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. വോട്ട് ക്രമക്കേട് വിവാദത്തിൽ മൗനം തുടർന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഇത്രയും സഹായിച്ചതിന് നന്ദിയെന്ന് മന്ത്രി മാധ്യമങ്ങളോട്. CPM ഓഫീസ് മാർച്ചിനിടെയുണ്ടായ കല്ലേറിൽ BJP പ്രവർത്തകർക്ക് പരിക്കേറ്റതിൽ പ്രതിഷേധിച്ച് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിനു നേരെയുണ്ടായ CPM ആക്രമണത്തെ അപലപിച്ച് ഒറ്റപ്പാലത്ത് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധം. വഴിയോര കച്ചവട ഉപജീവന സംരക്ഷണ നിയമം പഞ്ചായത്തുകളെ കൂടി ഉൾപ്പെടുത്തി ഭേദഗതി ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU. യൂണിയൻ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ഒറ്റപ്പാലം ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച്. തൊഴിൽ സുരക്ഷ ഉറപ്പാക്കണമെന്നും ചില്ലറ വിൽപ്പന മേഖലയിലെ കോർപ്പറേറ്റ് വൽക്കരണം അവസാനിപ്പിക്കണമെന്നും ആവശ്യം. മണ്ണൂർ പള്ളിപ്പടി കിഴക്കുംപുറം പള്ളിത്തറ റോഡ് നിർമ്മാണം അശാസ്ത്രീയമെന്ന് ആക്ഷേപം. പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ പാതയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധം രാഷ്ട്രീയ നാടകമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.